Should I follow my passion or should I go for job security? പാഷൻ ഫോളോ ചെയ്യണോ, ജോബ് സെക്യൂരിറ്റി നോക്കി പോകണോ? ഇത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ധാരാളം എനിക്ക് തോന്നുന്നു പ്രോബ്ലി യങ്സ്റ്റേഴ്സ് ഹാവ് ദാറ്റ് ക്വസ്റ്റ്യൻ കൂടുതൽ. കാരണം നമുക്ക് പല പാഷൻസ് ഉണ്ടാവും. ചിലപ്പം നാടകാഭിനയിക്കലായിരിക്കാൻ മതി, സിനിമ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ മതി. പക്ഷെ അതിലൊക്കെ ആ പാഷനിലൊക്കെ ഒരു ജോബ് സെക്യൂരിറ്റി ഉണ്ടാവുമോ എന്നുള്ളത് ഒരു 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 വലിയൊരു ചോദ്യമാണ്. നമുക്കൊരു പാരൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം നോക്കാം. എന്താണ് നമുക്ക് നമ്മളെ കുട്ടികൾക്ക് വേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഒരു ജോബ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. അതായത് ബുദ്ധിമുട്ടുണ്ടാവരുത്, ജോലി ഉണ്ടാവണം, ആ ജോലിക്ക് ശമ്പളം കിട്ടണം, ആ ശമ്പളത്തിനുള്ളിൽ അവർക്ക് ജീവിക്കാൻ പറ്റണം, അവർക്ക് ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് ഉണ്ടാവരുത്, അവർക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്തിട്ട് ജീവിക്കണം എന്നുള്ളത് നമ്മൾ ഒരിക്കലും ആലോചിക്കില്ല. എപ്പോഴും വിചാരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്തിട്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടാൻ അവർക്ക് കഴിയണം എന്നുള്ളതാണ്. നമ്മളുടെ കേസിലും ഇതേ സാധനം തന്നെയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുക ജോബ് സെക്യൂരിറ്റി ആവശ്യമാണ്. ആ ജോബ് സെക്യൂരിറ്റി നമുക്ക് പാഷൻ എന്ന് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ധാരാളം ആൾക്കാർ എനിക്കറിയാം ടെക്നോളജി ഫീൽഡിൽ അവരുടെ പാഷൻ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗാണ്. ധാരാളം ആൾക്കാർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടെക്നോളജി ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ മാനേജറിയൽ പൊസിഷനിലേക്കൊക്കെ ഇടുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം വെച്ചാൽ അവരുടെ പാഷൻ എന്ന് പറഞ്ഞാൽ കോഡിംഗ് ആണ്, അല്ലെങ്കിൽ അവരുടെ പാഷനാണ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ആൾക്കാരെ പീപ്പിൾ മാനേജ്മെൻറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കരിയറിൽ ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും അത് അവരുടെ ഒരു പാഷനായിട്ട് അവർ പോകുന്നില്ല. മെനി പീപ്പിൾ ദാറ്റ് ഐ നോ അവർ ഇൻഡിപെൻഡൻറ്റ് കോൺട്രിബ്യൂട്ടേഴ്സായിട്ട്, ഇൻഡിവിജ്വൽ പ്രിൻസിപ്പൽ കോൺട്രിബ്യൂട്ടേഴ്സായിട്ട് കമ്പനികളിൽ നിൽക്കുന്നത്, ഒരു പീപ്പിൾ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു മേഖലയിലേക്ക് അവർക്ക് പോകാൻ താല്പര്യമില്ലാണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ പാഷൻ ഫോളോ ചെയ്യണോ ജോബ് സെക്യൂരിറ്റി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. കാരണം നമ്മളുടെ പാഷൻ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലെങ്കിൽ നമ്മൾ അതിൽ ജോബ് സെക്യൂരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. എന്തൊക്കെ പാഷൻ്റെ കാര്യം പറഞ്ഞാലും അടിസ്ഥാനമായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജോലി വേണം, ആ ജോലിക്ക് ശമ്പളം വേണം, ആ ശമ്പളത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അതിൽ നിന്നും കുറച്ച് സേവ് ചെയ്തിട്ട് നമുക്കൊരു ഫ്യൂച്ചറിൽ ജോലി ഇല്ലാതിരിക്കുമ്പോഴോ വയസ്സാകുമ്പോഴോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പൈസ വേണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലും ഇത് ഫാക്ടറാണ്. ധാരാളം ആൾക്കാർ അവരുടെ ജോലി അവരുടെ പാഷനാണെന്ന് പറയുന്നുണ്ടാവും. അതിനർത്ഥം അവർക്ക് വേറെ പാഷൻ ഇല്ല എന്നുള്ളതല്ല. ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ആക്ച്വലി ഐ സ്പോക്കൺ ടു സം ഓഫ് ദോസ് പീപ്പിൾ ആസ് വെൽ ആൻഡ് ഐ പുട്ട് ദ വീഡിയോസ് ഔട്ട്. ചില ആൾക്കാർ പാട്ട് അവർക്ക് വലിയ താല്പര്യമാണ്, ഒരു പാഷനാണ്. പക്ഷേ ആ പാട്ട് അവർ ഫോളോ ചെയ്യുമ്പോഴും സ്വന്തം ബാൻഡ് ഉള്ളപ്പോഴും അവരത് പെർസ്യൂ ചെയ്യുമ്പോഴും അവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്തിരിക്കുന്നത് വേറൊരു മേഖലയിലായിരിക്കാൻ മതി. അതിനോട് അവർക്ക് ഇഷ്ടമല്ലാണ്ടല്ല, പക്ഷേ അതിന് കൂടുതൽ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാഷനേറ്റായ കാര്യം ചെയ്യാൻ പറ്റാണ്ടാവുമെന്നുള്ളത് വെറുതെ വിചാരിക്കുകയാണ്. ഇവിടെയൊക്കെ ഞാൻ ധാരാളം ആൾക്കാരെ കാണുന്നുണ്ട്. അവരൊക്കെ ടെക്നോളജി ഫീൽഡിൽ വർക്ക് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഓരോരോ ഫീൽഡിൽ വർക്ക് ചെയ്യായിരിക്കും. പക്ഷേ അവർ നാടക ട്രൂപ്പിൻ്റെ ഭാഗമാണ്, അവർ സിനിമ പിടിക്കുന്നുണ്ട്, അവർ അഭിനയിക്കുന്നുണ്ട്, അവർ ചിത്രം വരയ്ക്കുന്നുണ്ട്, ആർട്ടിസ്റ്റുകളാവുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, അവരുടെ ഈവൻറ്റ്സ് നടക്കുന്നുണ്ട്, കൊമേഡിയൻസ് ആവുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ കൂടുതലും ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ പോകുന്നുണ്ട്. വുഡ് ദേ വോണ്ട് ടു ഹാവ് ഫുൾ ടൈം കരിയർ വിത്ത് ദ നോൺ പ്രോഫിറ്റ്? മേ ബി, ഐ ഡോണ്ട് നോ. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു പാഷനാണ്. ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാനലിൽ പറയുന്നതെന്നുണ്ടെങ്കിലും വേറെ ഞാൻ കവിതകളെക്കുറിച്ച് പറയുന്നുണ്ട്, പുസ്തകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട്. അതെൻ്റെ ഒരു ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ അത് എൻ്റെ കരിയർ ആവണം, അതെനിക്ക് ജോബ് സെക്യൂരിറ്റി തരണമെന്ന് വാശി പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. ഞാൻ 2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഹസ് നോട്ട് വർക്ക്ഡ് ഫോർ മീ. കാരണം ദ മൂമെൻറ്റ് പാഷൻ കൊണ്ട് പൈസ ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം എനിക്ക് പാഷൻ ഭയങ്കര ഒരു ബേർഡനായിട്ട് മാറുന്ന മാതിരി തോന്നും. So I always, my personal thought is that you should have a career, you should have a job that will help you pay your bills. അത് വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാഷൻ, യു ക്യാൻ മാനേജ് യുവർ പാഷൻ. കാരണം എന്തിനാണ് നമ്മളൊരു പാഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണുള്ളത്.
24 മണിക്കൂറും അത് തന്നെ ചെയ്യണം എന്നുള്ളതാണോ, അല്ല നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തണം എന്നുള്ളതാണോ? ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ പല ആൾക്കാരോടും സംസാരിക്കുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ട് എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഒരു പാഷനാണ്, പക്ഷെ സമയം കിട്ടാറില്ല എന്നുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നുന്നു വായിക്കൽ നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അധികവും വായിക്കാനുള്ള സമയം കിട്ടും. അതിനെക്കാട്ടും പ്രയോറിറ്റി വേറൊരു സംഭവമാണെങ്കിൽ ചിലപ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്, പുസ്തകം വായിക്കുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്, എനിക്ക് പാഷനേറ്റായിട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വേറെ പാഷൻസ് ഇല്ല എന്നുള്ളതല്ല, വേറെ കുറേ പാഷൻസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ പ്രയോറിറ്റി ഇതിൻ്റെ അത്ര വരില്ല എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ യാത്ര ചെയ്യുന്നതാണ് പാഷൻ എന്നുള്ള ആൾക്കാർ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് യാത്ര ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ താല്പര്യം പുസ്തകം വായിക്കുന്നതും സിനിമ കാണുന്നതും വീഡിയോ ചെയ്യുന്നതും വെറുതെ ഇരിക്കുന്നതും ഒക്കെ ആയിരിക്കും മതി. യാത്ര എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് തോന്നാൻ മതി, മറ്റുള്ളവർക്ക് അങ്ങനെ ആയിരിക്കില്ല. സോ ഐ തിങ്ക് ജോബ് സെക്യൂരിറ്റിയും പാഷനുമായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട്. ഒന്നോ ഇതോ അല്ലെങ്കിൽ അതോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം എന്താ? അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. I think we should say that job security, yes, I need job security. Passion, yes, I'll continue my passion as well. ചിലപ്പം there is a possibility that പാഷനും ജോലിയും ഒക്കെ ഒരേപോലെയായി മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാൻ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തീരുമാനിച്ചു, എനിക്കെൻ്റെ ജോലി ഇഷ്ടമാണ്, ആ ജോലിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. I'm passionate about the work that I do. But I didn't reach there one fine morning. കുറേ കാലം വർക്ക് ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തയും കാര്യങ്ങൾ ചെയ്തു, സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, കംപ്ലീറ്റ് പരാജയപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഒരു 15 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് മെല്ലെ എനിക്ക് തോന്നുന്നത് the work that I am doing, I'm passionate because I got to it over a long period of time. ഒരു 25 വർഷം മുമ്പേ ഇതാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ജോലി തന്നെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു വഴിക്ക് പോയിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി അതിൽ നമുക്ക് സ്കില്ലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് സ്കില്ലുണ്ട്, നമുക്ക് അംഗീകാരം കിട്ടുന്നുണ്ട്, നമുക്കതിനു വേണ്ടിയുള്ള ശമ്പളം കിട്ടുന്നുണ്ട്, നമ്മളിതിൽ കുഴപ്പമില്ലാത്ത കഴിവ് നമുക്കിതിലുണ്ടെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ആ ജോലിയെ നമ്മൾ ഇഷ്ടപ്പെടും. എന്ത് വലിയ പാഷനാണെങ്കിലും കുറേ കാലം കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അതിൽ കഴിവില്ല, ആൾക്കാരുടെ അംഗീകാരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഏത് പാഷനും ശിഥിലമായിട്ട് അത് അങ്ങ് പോയി പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഹൗ ലോങ് ക്യാൻ യു പെർസ്യൂ സംതിങ് വിത്തൗട്ട് മേക്കിംഗ് ഇറ്റ്, സ്ട്രഗിൾ ചെയ്യാൻ എത്ര പറ്റും? ഞാൻ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യരുതെന്ന് പറയുന്നത്. അതല്ല, ഐ തിങ്ക് നമ്മളൊക്കെ ഒരു ലിമിറ്റഡ് ടൈമിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ആ സമയത്ത് ജീവിതകാലം മുഴുവൻ സ്ട്രഗിൾ ചെയ്യണോ, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ചില ചോയ്സസ് എടുത്തിട്ട് ജോബ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ജോലിയും പാഷന് വേണ്ടി പാഷനും ചെയ്തിട്ട് നടക്കണോ? നിങ്ങൾ പേര് കേട്ടിട്ടുള്ള എഴുത്തുകാർ, കവികൾ, അവർക്കൊക്കെ ഒരു ജോലി ഉണ്ടായിരുന്നു. സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ജോലി ആവശ്യമുണ്ട്. ആ ജോലിയിൽ കൂടിയല്ല അവർ അറിയപ്പെട്ടിരിക്കുന്നത്. ഇപ്പം ചാൾസ് ബക്കോവസ്കി എന്ന് പറഞ്ഞിട്ടുള്ള നോവലിസ്റ്റും പോയിറ്റും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പോയിറ്റും നോവലിസ്റ്റാണ്. ഒരു പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്തിരുന്നത്. കാരണം അയാൾക്ക് ജോലിയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. പോസ്റ്റ് ഓഫീസ് തന്നെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അയാളുടെ അവിടുത്തെ ജീവിതത്തിലെ ആ ഒരു ബുദ്ധിമുട്ടുകൾ വെച്ചിട്ട് അയാളൊരു പുസ്തകം എഴുതിയിട്ട് വരുന്നുണ്ട്. പേരുകേട്ട നോവലിസ്റ്റുകളെ നോക്കൂ, അവരൊക്കെ ഇപ്പോൾ മുകുന്ദനെ നോക്കിക്കഴിഞ്ഞാൽ മുകുന്ദൻ ഫ്രഞ്ച് കൗൺസിലേറ്റിലല്ലേ വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ സേതു സൗത്ത് ഇന്ത്യ ബാങ്കിലായിരുന്നു, എൻ്റെ വളരെ സീനിയർ പൊസിഷനിലായിരുന്നു. അപ്പോൾ പാഷൻ എന്നുള്ളത് തന്നെ ആയിക്കോളണം എപ്പോഴും നമ്മളുടെ അപ്രോച്ച് എന്നില്ല. ഒന്നല്ലെങ്കിൽ ഇത് എന്നുള്ളതല്ല, രണ്ടും കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. ദാറ്റ്സ് മൈ പേഴ്സണൽ തോട്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ വിൽ സീ യു ഓൾ അഗെയിൻ നെക്സ്റ്റ് ടൈം. നവനായനാക്കാം.